പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഡെപ്റ്റി സിസ്റ്റത്തിലെ രണ്ടാമത്തെ പ്രോബ്ലമാണ് ചെയ്യുന്നത്. ഈ പ്രോബ്ലത്തിൽ നമുക്കറിയാം, ആദ്യത്തെ പ്രോബ്ലത്തിൽ നമ്മൾ പഠിച്ചതാണ്. ഇവിടെ ബ്രാഞ്ച് ഗുഡ്സ് കോസ്റ്റിന് റിസീവ് ചെയ്യുകയും ക്യാഷിന് വിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യേണ്ടത് ബ്രാഞ്ച് അക്കൗണ്ടാണ്. ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് നമുക്ക് ഓർമ്മയുണ്ടാവും. അത് വീണ്ടും ഒന്നും കൂടെ നോക്കാം. ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റാണ്. ബ്രാഞ്ച് അക്കൗണ്ടിൽ എന്തൊക്കെയാണ് ഡെബിറ്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ക്രെഡിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ബ്രാഞ്ച് ഓപ്പണിംഗ് സ്റ്റോക്ക് ഡെബിറ്റ് ചെയ്യുന്നു, ബ്രാഞ്ച് ക്ലോസ് സ്റ്റോക്ക് ക്രെഡിറ്റ് ചെയ്യുന്നു. ബ്രാഞ്ച് ലയബിലിറ്റീസിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് ചെയ്യുന്നു, ബ്രാഞ്ച് ലയബിലിറ്റീസിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റ് ചെയ്യുന്നു. ബ്രാഞ്ച് അസറ്റുകളുടെ ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് ചെയ്യുന്നു, ബ്രാഞ്ച് അസറ്റുകളുടെ ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റ് ചെയ്യുന്നു. ഇനി ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, അതായത് ബ്രാഞ്ചിലേക്ക് അയച്ച ഗുഡ്സിൻ്റെ കോസ്റ്റ് ഡെബിറ്റ് ചെയ്യുന്നു. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ഗുഡ്സ് റിട്ടേൺഡ് ബൈ ബ്രാഞ്ച് ക്രെഡിറ്റ് ചെയ്യുന്നു, അതായത് ബ്രാഞ്ചിൽ നിന്ന് ഹെഡ് ഓഫീസിലേക്ക് തിരിച്ചയച്ച ഗുഡ്സിൻ്റെ കോസ്റ്റ് ക്രെഡിറ്റ് ചെയ്യും. ഇനിയുള്ളത് 3 കാര്യങ്ങളാണ്. ഒന്ന്, ഹെഡ് ഓഫീസ് പേ ചെയ്യുന്ന എക്സ്പെൻസുകൾ, അത് ടു ബാങ്ക് എന്ന് പറഞ്ഞ് ഡെബിറ്റ് ചെയ്യുന്നു. രണ്ടാമത്തത്, ബ്രാഞ്ചിന് വേണ്ടി അസറ്റുകൾ വാങ്ങുന്നതാണ്, അത് ടു ബാങ്ക് എന്ന് പറഞ്ഞ് ഡെബിറ്റ് ചെയ്യുന്നു. ഇനി ബ്രാഞ്ചിൽ നിന്ന് ഗുഡ്സ് വിറ്റ് കിട്ടിയ ക്യാഷ് ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ടിലേക്ക് റെമിറ്റ് ചെയ്യുന്നതാണ്, അത് ബൈ ബാങ്ക് എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയുമാണ് ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ്. ഇനി നമുക്ക് പ്രോബ്ലം നോക്കാം. മഹിഷ ആയുർവേദ ട്രിവാൻഡ്രം ഹാസ് എ ബ്രാഞ്ച് അറ്റ് ആയൂർ to which goods are sent at cost. The branch is authorized to sell goods for cash only. All expenses at branch are paid by head office and all amount collected from sales are daily deposited in the bank account opened in the name of head office. From the following particulars, prepare the branch account as well as goods sent to branch account for the year 2040. 2 അക്കൗണ്ടുകളാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ബ്രാഞ്ച് അക്കൗണ്ടും ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ടുമാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഐറ്റങ്ങളായിട്ട് നോക്കാം. അത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് ഓൺ 1/1/2014, ഇത് ഓപ്പണിംഗ് സ്റ്റോക്കാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ബ്രാഞ്ച് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഓപ്പണിംഗ് സ്റ്റോക്ക് ബ്രാഞ്ച് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക. അടുത്ത പെറ്റി ക്യാഷ് ബാലൻസ് 1/1/2014 300. പെറ്റി ക്യാഷ് ബാലൻസ് ഒരു അസറ്റാണ്, അസറ്റിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ്, അത് ബ്രാഞ്ച് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക 300. അടുത്ത ഫർണിച്ചർ അറ്റ് ബ്രാഞ്ച് ഓൺ 1/1/2014, ഫർണിച്ചർ എന്ന് പറയുന്ന അസറ്റിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ് 6000, അത് ബ്രാഞ്ച് അക്കൗണ്ടിൽ ടു ബ്രാഞ്ച് ഫർണിച്ചർ എന്ന് പറഞ്ഞ് ഡെബിറ്റ് ചെയ്യുക. ഫർണിച്ചറിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് 6000 ഡെബിറ്റ് ചെയ്യും. ഇനി ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഡ്യൂറിങ് ദി ഇയർ 2014, അത് നമുക്കറിയാം, ബ്രാഞ്ച് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് 1,40,000. അടുത്ത സെൻഡ് ടു ബ്രാഞ്ച് ബൈ ചെക്ക് ഫോർ, ഇതെല്ലാം ബ്രാഞ്ചിലെ എക്സ്പെൻസുകൾക്ക് വേണ്ടി പേ ചെയ്ത എമൗണ്ടുകളാണ്. സാലറി 8,000, റെൻ്റ് ആൻഡ് റെൻറ്റ്സ് 3,500, ഇൻഷുറൻസ് 500, പെറ്റി എക്സ്പെൻസ് 1,100, ടോട്ടൽ 13,500. ഇത് നമുക്കറിയാം. ഈ എക്സ്പെൻസുകൾ ബ്രാഞ്ച് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ടു ബാങ്ക് എന്ന് പറഞ്ഞ് ബ്രാഞ്ച് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്ത് ടോട്ടൽ 13,500. ഇനി അടുത്ത ഐറ്റം ഗുഡ്സ് റിട്ടേൺഡ് ബൈ ബ്രാഞ്ച്. ഗുഡ്സ് റിട്ടേൺഡ് ബൈ ബ്രാഞ്ച് നമുക്കറിയാം, ബ്രാഞ്ച് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ബൈ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ബൈ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് തന്നെയാണ് എഴുതേണ്ടത്. ബ്രാഞ്ചിൽ റിട്ടേൺ 3,000. അടുത്ത ഫർണിച്ചർ പർച്ചേസ്ഡ് ഫോർ ബ്രാഞ്ച് ഓൺ 1 July 2014 8,000. ജൂലൈ 1, 2014
8,000 രൂപയുടെ ഫർണിച്ചർ ബ്രാഞ്ചിന് വേണ്ടി വാങ്ങി. അപ്പോൾ ആ ഫർണിച്ചർ ജൂലൈ 1-നാണ് വാങ്ങിയത്. 8,000 നമുക്കറിയാം. ഫർണിച്ചർ ബ്രാഞ്ചിന് വേണ്ടി ഫർണിച്ചർ വാങ്ങിയത് ആ ബ്രാഞ്ച് അക്കൗണ്ടിൽ ടു ബാങ്ക് ബ്രാക്കറ്റിലെ ഫർണിച്ചർ എന്ന് പറഞ്ഞ് ഡെബിറ്റ് ചെയ്യണം. 8,000 ഡെബിറ്റ് ചെയ്യണം. പക്ഷേ നമ്മൾ ഒരു കാര്യം ഓർത്തോളുക, ഇത് വാങ്ങിയിട്ടിപ്പോൾ 6 മാസമേ ആയുള്ളൂ. അതായത് നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് December 31, 2014 ജൂലൈ 1-നാണ് ഇത് വാങ്ങിയത്. അപ്പോൾ 6 മാസമേ ആയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ 6 മാസത്തെ ഡിപ്രീസിയേഷൻ എടുത്താൽ മതി. ഇനി ക്യാഷ് സെയിൽസ് ഡ്യൂറിങ് 2014 1,75,000. നമുക്കറിയാം ക്യാഷ് സെയിൽസ് ബ്രാഞ്ച് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം ബൈ ബാങ്ക്. ക്യാഷ് സെയിൽസ് 1,75,000 നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തു. അടുത്ത സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് ക്ലോസ് സ്റ്റോക്കാണ്. ക്ലോസ് സ്റ്റോക്ക് നമുക്കറിയാം. ക്ലോസ് സ്റ്റോക്ക് ക്രെഡിറ്റ് ചെയ്തു. ക്ലോസ് സ്റ്റോക്ക് ക്രെഡിറ്റ് ചെയ്തു. ഇനിയുള്ളത് പെറ്റി ക്യാഷ് ഈസ് മെയിൻറ്റെയിൻഡ് അണ്ടർ ഇംപ്രസ്ഡ് സിസ്റ്റം. പെറ്റി ക്യാഷ് ഇംപ്രസ്ഡ് സിസ്റ്റത്തിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പെറ്റി ക്യാഷിൻ്റെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും ഒരേ എമൗണ്ട് തന്നെ ആയിരിക്കും. അതായത് പെറ്റി ക്യാഷിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് 300 ആണ്. അതേ എമൗണ്ട് തന്നെ ആയിരിക്കും പെറ്റി ക്യാഷിൻ്റെ ക്ലോസിംഗ് ബാലൻസും. അപ്പോൾ പെറ്റി ക്യാഷിൻ്റെ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം ബൈ ബ്രാഞ്ച് പെറ്റി ക്യാഷ് 300. ഇനിയുള്ളത് നമ്മൾ ഫർണിച്ചറിൻ്റെ ക്ലോസിംഗ് ബാലൻസ് നമുക്ക് ബ്രാഞ്ച് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ഫർണിച്ചറിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ബ്രാഞ്ച് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാം. എങ്ങനെയാണ് ഫർണിച്ചറിൻ്റെ ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിക്കുക? ഇവിടെ ഫർണിച്ചറിൻ്റെ ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടില്ല. പക്ഷെ ഒരു കാര്യം പറയുന്നുണ്ട്, ഡിപ്രീസിയേഷൻ ചാർജ്ഡ് ഓൺ ഫർണിച്ചർ അറ്റ് 20% per annum. ഒരു വർഷം 20% ഡിപ്രീസിയേഷൻ ഫർണിച്ചറിന് ചാർജ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം ഫർണിച്ചർ ഓപ്പണിംഗ് 6,000 ഉണ്ടായിരുന്നു. ജൂലൈ 1-ന് ഒരു 8,000 കൂടെ വാങ്ങി. അപ്പോൾ 14,000 രൂപയുടെ ഫർണിച്ചർ ഉണ്ട്. അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ, ആ വർഷത്തെ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്ത് കിട്ടുന്നതായിരിക്കും ക്ലോസിംഗ് ഫർണിച്ചർ എന്ന് പറയുന്നത്. ആ ക്ലോസിംഗ് ഫർണിച്ചറാണ് നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നത് ബൈ ബ്രാഞ്ച് ഫർണിച്ചർ. അത് 12,000 ആണ്. അതെങ്ങനെയാണ് കിട്ടിയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നോക്കിയേ, കാൽക്കുലേഷൻ വാല്യൂ ഫർണിച്ചർ ക്ലോസിംഗ് ഡേ. ഓപ്പണിംഗ് ഡേറ്റിലെ ഫർണിച്ചറിൻ്റെ വാല്യൂ 6,000 ആണ്. ജൂലൈ 1-ന് 8,000 ഫർണിച്ചറുകൂടെ വാങ്ങി. അങ്ങനെ 14,000 ആയി ഫർണിച്ചർ. അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യാം. ഈ 6,000 ഫർണിച്ചർ ഒരു വർഷം ഈ ബ്രാഞ്ചിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിന് ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ 20% ചാർജ് ചെയ്യുക, 1,200. ഇനി 8,000 ഫർണിച്ചർ വാങ്ങിയിട്ട് 6 മാസമേ ആയുള്ളൂ. അതുകൊണ്ട് അതിന് 6 മാസത്തെ ഡിപ്രീസിയേഷൻ മാത്രം ചാർജ് ചെയ്യുക. അത് അപ്പോൾ 800 ആണ് വരുന്നത്. അപ്പോൾ ടോട്ടൽ ഡിപ്രീസിയേഷൻ 2,000 വരും. അപ്പോൾ 14,000 ആണ് ഫർണിച്ചറിൻ്റെ ടോട്ടൽ വാല്യൂ. അതിൽ നിന്ന് 2,000 ഡിപ്രീസിയേഷൻ കുറച്ച് ബാക്കി 12,000 ആണ് ഫർണിച്ചറിൻ്റെ ക്ലോസിംഗ് ഡേറ്റിലെ വാല്യൂ. ഈ വാല്യൂ ആണ് നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ക്ലോസിംഗ് ഡേറ്റിലെ ക്ലോസിംഗ് ഫർണിച്ചറിൻ്റെ വാല്യൂ ആയി ബ്രാഞ്ച് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടത് 12,000 ആണ്. 12,000 ആണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിൽ എല്ലാ ഐറ്റങ്ങളും എടുത്തു കഴിഞ്ഞു. ഇനി ബ്രാഞ്ച് അക്കൗണ്ട് ബാലൻസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റാണ് കിട്ടുന്നത് 28,500. അപ്പോൾ ഇതിൽ നമുക്ക് വരാവുന്ന ഒരു ഡൗട്ട്, ഫർണിച്ചർ അതിൻ്റെ ഡിപ്രീസിയേഷൻ കണ്ടെങ്കിലും നമ്മൾ ആ ഡിപ്രീസിയേഷൻ ഫർണിച്ചർ അക്കൗണ്ടിൽ എടുത്തിട്ടേ ഇല്ല. നമ്മൾ എടുത്തിട്ടുള്ളത് ഫർണിച്ചറിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് 6,000, ആ ഫർണിച്ചർ വാങ്ങിയത് 8,000. അങ്ങനെ 14,000 നമ്മൾ ഡെബിറ്റ് ചെയ്തു, 12,000 ക്രെഡിറ്റ് ചെയ്തു. ഫർണിച്ചറിൻ്റെ ക്ലോസിംഗ് ബാലൻസ് 12,000 ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് 14,000 ഡെബിറ്റ് ചെയ്തു, 12,000 ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ നെറ്റ് എഫക്റ്റ് 2,000 ഡെബിറ്റ് ചെയ്തതിന് തുല്യമാണ്. അതായത് ഡിപ്രീസിയേഷൻ ഡെബിറ്റ് ചെയ്തതിന് തുല്യമാണ്. ഇങ്ങനെ ഫർണിച്ചർ അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസും പർച്ചേസ് ചെയ്തത് ഡെബിറ്റ് ചെയ്യുകയും ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ അതിന് നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ ഡെബിറ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. ബാക്കിയെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ പ്രോഫിറ്റ് 28,500 ആണ്. ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ടാണ്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ഈ ബ്രാഞ്ച് അക്കൗണ്ടിൽ നോക്കി തന്നെ നമുക്കറിയാൻ പറ്റും. ഇവിടെ
ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. അതായത് ഇതിൻ്റെ ജേണൽ എൻട്രി നമുക്കറിയാം, ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. അപ്പോൾ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ടിൽ ബൈ ബ്രാഞ്ച് അക്കൗണ്ട് 1,40,000 എന്ന് വരും. ഇവിടെ ബ്രാഞ്ച് അക്കൗണ്ടിൽ 1,40,000 ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന്. അപ്പോൾ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ടിൽ ബൈ ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറഞ്ഞ് 1,40,000 ക്രെഡിറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ ബ്രാഞ്ച് അക്കൗണ്ടിൽ ബൈ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു 3,000 ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. അത് റിട്ടേൺ ആണ്, 3,000 ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ടു ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ 3,000 ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് 1,37,000 ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ടു ട്രേഡിംഗ് അക്കൗണ്ടിൽ, അതായത് ഹെഡ് ഓഫീസിൻ്റെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാം. ഹെഡ് ഓഫീസിൻ്റെ ട്രേഡിംഗ് അക്കൗണ്ടിൽ 1,37,000 ക്രെഡിറ്റ് ചെയ്യാം. ഇതിൻ്റെ നോട്ട്സായിട്ട് 2 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഒന്ന് ഫർണിച്ചറിൻ്റെ ക്ലോസിംഗ് ബാലൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അതുപോലെ പെറ്റി ക്യാഷിനെ കുറിച്ച് പറയുന്നുണ്ട്. പെറ്റി ക്യാഷ് ഇംപ്രസ് സിസ്റ്റത്തിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ ഓപ്പണിംഗ് പെറ്റി ക്യാഷും ക്ലോസിംഗ് പെറ്റി ക്യാഷും ഒന്ന് തന്നെ ആയിരിക്കും. അടുത്ത പ്രോബ്ലം നമുക്ക് നാളെ അടുത്ത ദിവസം നോക്കാം. താങ്ക് യു.